ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കണവ റെസിപ്പിയാണ്. അതായത് കണവ തോരൻ. ഞങ്ങൾക്ക് വെള്ളിയാഴ്ചയായിട്ട് കണവ കിട്ടി, അപ്പോൾ അത് തയ്യാറാക്കാം. തക്കാളിയും സവാളയും ചെറിയ ഉള്ളിയും ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി എന്നിവ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. കണവ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകും, അതാണ് അങ്ങനെ ആ കളറിലിരിക്കുന്നത്. പിന്നെ അരമുറി തേങ്ങയും ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ മമ്മി ഒരു 40 വർഷമായിട്ട് വെക്കുന്ന രീതിയിലാണ് ഞാൻ ഈ കണവ തോരൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഓരോ ആളുകൾ ഓരോ രീതിയിലാണ് തോരൻ വെക്കുന്നത്. ഇത് ഞാൻ വെക്കുന്ന രീതി, അതായത് എൻ്റെ മമ്മി വെക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് നമുക്ക് കടുകും വറ്റൽമുളകും ഒക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. സവാളയും കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയൊക്കെ ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചേർത്താൽ മതി, കറിവേപ്പിലയും കുറച്ച് കഴിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കണവയ്ക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയത് കൊണ്ട് ആവശ്യത്തിന്, നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര വേണം അത്രയും ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് വീണ്ടും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാവുന്നതാണ്. ഒരടപ്പ് വെച്ച് അടച്ച് അതങ്ങനെ ഇരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ആ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ ആദ്യമേ തക്കാളി ചേർക്കാതെ മാറ്റി വെച്ചിരിക്കുമായിരുന്നു, നമുക്ക് പിന്നീട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് ഇളക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ 1 സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തുകൊള്ളുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തീ കുറച്ച് വെച്ചാൽ മതി. അതിലേക്ക് നമുക്ക് കണവ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം അടച്ച് വയ്ക്കണം. അപ്പോൾ നിങ്ങൾ എത്രമാത്രം കണവ എടുക്കുന്നു അതിനനുസരിച്ച് വേണം ഉള്ളിയും മറ്റും സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്. ഇനിതാ നന്നായി ഇളക്കിയപ്പോൾ എല്ലാം നല്ലതായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്നും കൂടി അത് അവിടെ ഇരുന്ന് വേകട്ടെ. ഇപ്പോൾ ഞാൻ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് വെള്ളം ഇറങ്ങി വരും. അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് വറ്റട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടി അത് വേവിക്കാം. വീണ്ടും നമ്മൾ നോക്കിയപ്പോഴേക്കും വെള്ളം ഒരുവിധം വറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ അരമുറിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് നമ്മൾ ഉപ്പൊക്കെ നോക്കണം. നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കുമ്പോഴേക്കും നമ്മുടെ കണവത്തോരൻ റെഡിയായിട്ടുണ്ടാകും. തീ വളരെ കുറച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ കണവത്തോരൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഓരോ രീതിയിലാണ്. ഇതെൻ്റെ മമ്മി ഉണ്ടാക്കുന്നതാണ്.
അപ്പം ഒരു 40 വർഷം കൊണ്ട് മമ്മി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതാണ് ഞാൻ ഫോളോ ചെയ്ത് വരുന്നത്. ലാസ്റ്റ് നമ്മൾ മൂടി തുറന്ന് കുറച്ച് കറിവേപ്പില കൂടി ഇടുമ്പോഴേക്കും റെഡി. എല്ലാവർക്കും ഇഷ്ടമാവും. ഇവിടെ ശങ്കുരുകുട്ടനും മാഷേട്ടനും വളരെ ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ടാറ്റാ.